ഇന്ത്യയിലെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ഇവിടെ മാത്രമല്ല അങ്ങ് വാഷിംഗ്ടണിലും വലിയ ചർച്ചയാവുകയാണ്. പശ്ചിമ ബംഗാളിലെ വമ്പൻ ഭരണമാറ്റത്തിന് പിന്നാലെ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. വൈറ്റ് ഹൌസ് വക്താവ് കുഷ് ദേശായിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. പശ്ചിമ ബംഗാളിലെ BJPയുടെ വിജയത്തെ ചരിത്രപരവും നിർണായകവും എന്നാണ് അമേരിക്കൻ ഭരണകൂടം വിശേഷിപ്പിച്ചത്. കഴിഞ്ഞ മാസം നടന്ന ഒരു ഫോൺ സംഭാഷണത്തിൽ ഇന്ത്യക്ക് മോദിയെ പോലെ ഒരു നേതാവിന് ലഭിച്ചത് വലിയ ഭാഗ്യമാണെന്ന് ട്രംപ് പറഞ്ഞിരുന്നതായി കുഷ് ദേശായി ഓർമ്മിപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസിന്റെ നീണ്ടകാലത്തെ ആധിപത്യം തകർത്ത് 207 സീറ്റുകൾ നേടിയാണ് BJP ബംഗാളിൽ ചരിത്ര വിജയം കുറിച്ചത്. മമതാ ബാനർജിയുടെ തുടർച്ചയായിട്ടുള്ള 4ാം ഊഴമെന്ന മോഹത്തിനാണ് ഇതോടെ വലിയ തിരിച്ചടിയേറ്റത്. 5 സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ 3 BJP ആണ് അധികാരത്തിലെത്തിയത്. ബംഗാളിന് പുറമെ അസമിലും പുതുച്ചേരിയിലും പാർട്ടി മികച്ച വിജയം നേടി കരുത്തുറപ്പിച്ചു. ഇതിൽ അസമിൽ ഇത് തുടർച്ചയായ 3ാം തവണയാണ് BJP അധികാരത്തിൽ വരുന്നത് എന്നതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ തെന്നിന്ത്യൻ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ ചിത്രം അല്പം വ്യത്യസ്തമായിരുന്നു. കേരളത്തിൽ ഭരണകക്ഷിയായിട്ടുള്ള LDFനെ വെറും 35 സീറ്റുകളിൽ ഒതുക്കി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF 100 സീറ്റുകളോടെ വ്യക്തമായ ഭൂരിപക്ഷം നേടി. തമിഴ്നാട്ടിലാകട്ടെ വലിയൊരു രാഷ്ട്രീയ അട്ടിമറിയാണ് അരങ്ങേറിയതെന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ DMK പരാജയപ്പെടുത്തി, സ്റ്റാലിനെ പോലും പരാജയപ്പെടുത്തി, വ്യക്തിപരമായി പോലും പരാജയപ്പെടുത്തി നടൻ വിജയന്റെ തമിഴക വെട്രിക്കഴകം 234 അംഗ നിയമസഭയിൽ 108 സീറ്റുകൾ നേടി വമ്പൻ മുന്നേറ്റം നടത്തി. 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ വെറും 8 സംസ്ഥാനങ്ങളിൽ മാത്രമായിരുന്നു അവർക്ക് ഭരണമുണ്ടായിരുന്നത്. എന്നാൽ ഈ പുതിയ തെരഞ്ഞെടുപ്പ് ഫലങ്ങളോടെ രാജ്യത്തെ 18 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ BJP ആണ് അധികാരത്തിലുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടം അതിവേഗം മാറുകയാണ് എന്ന് തന്നെ പറയാം. അതിന്റെ അലയൊലികൾ അതിർത്തികൾക്കപ്പുറം അമേരിക്കയിൽ വരെ കൃത്യമായി പ്രതിധ്വനിക്കുന്നുണ്ട് എന്നതാണ് ഈ വാർത്തയുടെ പ്രസക്തി, എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.